വിവിധ എന്താണ് ദ ഫ്ലാഗ് ഓഫ് ആകാൻ പോകുന്നു. വിവിധ കലാരൂപങ്ങൾ അണിനിരന്നിരിക്കുന്നു. ആ ഓണത്തിന്റെ വൈബ് അവിടെ നിൽക്കുമ്പോൾ കറക്റ്റായി കിട്ടുന്നില്ലേ? സമയമെടുക്കുന്നില്ല. അത്തത്തിന്റെയും അതുപോലെ തന്നെ തിരുവോണത്തിന്റെയും മംഗളങ്ങൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. നല്ല കാലാവസ്ഥയാണ്. എത്രയും വേഗം പരിപാടികൾ തുടങ്ങണം. ഘോഷയാത്ര ആരംഭിക്കണം. ലോകമെമ്പാടും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഓണത്തിന്റെ ഔദ്യോഗികമായ ഒരു വരവ് അറിയിക്കുന്നത് ഈ തൃപ്പൂണിത്തുറയിലെ അത്താഘോഷ പരിപാടികളാണ്. അതിൽ വളരെ പൂർവ്വമായ കാഴ്ചകളാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. ആനയും അമ്പാരിയും രാജപല്ലക്കും തെയ്യവും തിറയും അങ്ങനെ ഈ ഓണത്തിന്റെ സന്തോഷം സമൃദ്ധി കലാകാരന്മാർ 300-ലധികം കലാകാരന്മാരാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഇത്രയും ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല മഴയില്ലാത്തത് കൊണ്ട് ആ അടിക്കുന്ന വെയിലിന് നല്ല ചൂടുണ്ട്. പക്ഷെ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേദിയിലുള്ള ഉദ്ഘാടന സമ്മേളനം അത് ഏതാണ്ട് പരിസമാപ്തിയാകാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ നടൻ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഈ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഈ ഘോഷയാത്രയ്ക്കൊപ്പം നിരവധി ഫ്ലോട്ടുകളുണ്ട്, കലാരൂപങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള ഒരുപാട് വർണ്ണശബളമായ കാഴ്ചകളുണ്ട്. അപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്കെല്ലാം നമ്മൾ 24-ലൂടെ ഈ കാഴ്ചകൾ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഈ അത്തച്ചമയ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഓണാഘോഷങ്ങളുടെ വരവറിയിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ആഘോഷം കൂടിയാണ്. രാവിലെ 9 മണിയോടെയാണ് ഇവിടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കലാകാരന്മാർ അവർക്കെല്ലാവർക്കും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഒരു ഓർഡർ, ഒരു ക്രമം കൊടുത്തിട്ടുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് മാത്രമേ അവർക്ക് ഈ ആഘോഷത്തിൽ ഈ ഫ്ലോട്ടിനോടൊപ്പം ഒക്കെ നടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ്. മാത്രമല്ല അല്പസമയം മുൻപ് മന്ത്രി എം പി രാജേഷ് പറയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഈ ആഘോഷ പരിപാടികൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സംഘാടകർ എന്നുള്ളത്. അതിന് അവർക്ക് പ്രത്യേക അഭിനന്ദനവും മന്ത്രി അറിയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വിസ്മയം തീർക്കുന്ന ഘോഷയാത്രയിൽ ജാതി മതഭേദമന്യേ 300-ൽ പരം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. മുൻപിൽ ഹാഫ് മാരത്തൺ ആണ്. അതിന് തൊട്ടുപിറകിൽ അനൗൺസ്മെന്റ് വാഹനമുണ്ട്, പിന്നീട് മഹാബലിയുണ്ട്, പല്ലക്കുണ്ട്, നാഗസ്വരമുണ്ട്, തകിലുണ്ട്, ആനയുണ്ട്, പഞ്ചവാദ്യമുണ്ട്, മഹാബലിയുണ്ട്. പിന്നീട് അതിന് തൊട്ടുപിറകിൽ അത്തം ബാനറുണ്ട്, നഗരസഭാ കൗൺസിലർമാർ അണിനിരക്കുന്നുണ്ട്. ഒപ്പം 75 വർണ്ണക്കുടകളുണ്ട്. ഒപ്പം തന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. ചില വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഈ വെയിലിനെയൊക്കെ അവഗണിച്ച് കുറച്ച് നേരമായിട്ട് അവരിവിടെ നിൽക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ, എന്താ പേര്? സന്ദേശം ലോകത്തിന് നൽകുന്ന ദിവസമാണ് ഇന്ന്. തൃപ്പൂണിത്തുറയിൽ എല്ലാ മികവോടെ കുറെ നേരമായല്ലോ വെയിലിനെയൊക്കെ അവഗണിച്ച് കൂടി ആശംസിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ ഓണാഘോഷം കളറാക്കാം. അടുത്തതായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി ജി പ്രിയങ്ക IAS ക്ഷണിക്കുന്നു. എത്ര നാളായി ഈ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് സ്ഥിരം സ്കൂളിൽ നിന്ന് അപ്പൊ എങ്ങനെ ഇതെല്ലാം സാധാരണ ഇതെങ്ങനെ കാണാൻ വരാറുണ്ട്? അപ്പൊ അവിടെ മാവേലി ഉണ്ട്, കൂടെ വാമനം നിൽക്കുന്നുണ്ട്. അവിടെ കുമ്മാട്ടിക്കളി, പുലികളി, കോൽകളി, മയിലാട്ടം എന്ന് വേണ്ട നാടിന്റെ സകല ഈ പറയുന്ന എന്താണ് വാദ്യരൂപങ്ങൾ, കലാരൂപങ്ങളൊക്കെ അണിനിരക്കുന്ന വളരെ മനോഹരമായ, വളരെ സമൃദ്ധമായ ഘോഷയാത്ര അല്പസമയത്തിന് തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.